പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കും ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവോട് സംസാരിക്കാൻ മതിയായിരുന്നു. നമുക്ക് വായിക്കാം ഫിലിപ്പ് ലേഖനം 2-ാമത്തെ അധ്യായം 6-ാം വാക്യം 7-ാം വാക്യം. Philippians chapter 2 verse 6 and 7. Philippians chapter 2 verse 6 and 7. அவர் தேவனுடைய ரூபமாயிருந்தும் தேவனுக்கு சமமாயிருப்பதை கொள்ளையாடின பொருளாக எண்ணாமல் தம்மை தாமே வெறுமையாக்கி அடிமேன் ரூம் எடுத்து மனுஷர் சாயல் ஆனார். அடுத்த வசனத்தையும் படிங்க. அவர் மனுஷ ரூபமாய் காணப்பட்டு மரண பரியந்தம், அதாவது சிலுவையின் மரண பரியந்தம் കീഴ്പ്പടിந்தവരാകി തമ്മെ താമേ താഴ്ത്തിനാർ. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇവിടെ യേശു ക്രിസ്തുവിന്റെ അനുസരണത്തെ കുറിച്ച് പറയുകയാണ്, മരണത്തെ കുറിച്ച് പറയുക. അപ്പൊ യേശു ക്രിസ്തു, നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് ഹല്ലേലൂയ പാപത്തെയും ശാപത്തെയും എടുത്തു മാറ്റി നീതീകരണത്തിൽ നമ്മളെ ഉറപ്പിച്ച് ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിൽ നമ്മളെ ആക്കി വെച്ച് നമ്മളെ ആ ഒരു പദവിയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി, അല്ലെ? അതാ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വലിയ കാര്യം എന്ന് പറയും. അപ്പൊ അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. എന്താണ് ഇത് രണ്ട്? ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പൊ ദൈവത്തിന്റെ ദൈവരൂപം എന്ന് പറയുമ്പോ നമ്മൾ അവിടെ മനസ്സിലാക്കാവുന്ന കാര്യം, ദൈവരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിന്റെ രൂപം, ദൈവമായിരിക്കെ. ആ ദൈവമായിരിക്കുന്നതിനെ അല്ലെങ്കിൽ മനുഷ്യരിൽ നിന്ന് വേർപെട്ടിരിക്കുന്നതിനെ വലിയ കാര്യമായിട്ട് എടുക്കാതെ അവൻ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യ സാദൃശ്യത്തിലായി. അപ്പൊ അവിടെയാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവസ്വരൂപം നമ്മൾ കണ്ടോ? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. സ്വരൂപവും സാദൃശ്യം ഇവിടെ വരുന്നുണ്ട്. വീണ്ടും ഞാൻ പറയട്ടെ, അവൻ ദൈവസ്വരൂപം. ദൈവം എങ്ങനെയാ മനുഷ്യനെ സൃഷ്ടിച്ചത്? തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവസ്വരൂപം, മനുഷ്യ സാദൃശ്യം. ഇത് രണ്ടും ആദമിൽ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇത് രണ്ടും ആദമിലാണ്. ദൈവസ്വരൂപവും മനുഷ്യ സാദൃശ്യവും. ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും. ദൈവം ആരുടെ സാദൃശ്യത്തിലായിരുന്നു? മനുഷ്യന്റെ സാദൃശ്യത്തിലായിരുന്നു ദൈവം. എന്നാൽ ദൈവം തന്റെ സ്വരൂപത്തിലിരുന്നവനാണ്. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത് ദൈവ സ്വരൂപത്തിലിരുന്നവൻ മനുഷ്യ സാദൃശ്യത്തിലായി. അങ്ങനെയാണെങ്കിൽ ആദാം എന്തിനെയാണ് നഷ്ടപ്പെടുത്തിയത്? ദൈവ സ്വരൂപത്തെ നഷ്ടപ്പെടുത്തി മനുഷ്യ സാദൃശ്യത്തിൽ നിലനിന്നു. അവനാണ് ആദാം. അപ്പോ മനുഷ്യ സാദൃശ്യത്തിലായി തീർന്ന മനുഷ്യനായിത്തീർന്ന ആദാമിനോട് പിതാവായ ദൈവം തന്റെ സ്വരൂപം വിട്ടുവെച്ച് മനുഷ്യ സാദൃശ്യത്തിലായി. നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറയുന്നത്? അതായത് രണ്ട് കാര്യത്തിൽ നിങ്ങൾ ഓർക്കണം. ദൈവത്തിന്റെ സ്വരൂപം അത് ആദമിൽ ഉണ്ടായിരുന്നു, സാദൃശ്യവും ആദമിൽ ഉണ്ടായിരുന്നു. എന്നാൽ എന്ത് ചെയ്യുന്നറിയാമോ? സ്വരൂപത്തിലിരുന്നവനായ ദൈവം സാദൃശ്യത്തിൽ ഇറങ്ങി വന്നു, മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നു. എന്നിട്ട് നമ്മൾ ആരായിട്ടാ നമ്മളെ എങ്ങനെയാ നയിക്കുന്നറിയാം? ഞാൻ അതിനോട് കണക്ട് ചെയ്ത് ആയതുകൊണ്ട് ഈ വാക്ക് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ഇതിനോട് കറക്റ്റ് സിങ്ക് ആകത്തില്ല. അതുകൊണ്ട് ആ വാക്യം കൂടെ വായിച്ചിട്ടൊന്ന് പോവാം. റോമലേഖനം 8-ാം അധ്യായത്തിന്റെ അതിന്റെ 29-ാം വാക്യം. റോമൻസ് 8:29. എന്നിട്ട് കൊരിന്ത്യർ ലേഖനത്തിലെ വാക്യം വായിക്കണം. ഈ വാക്യം വായിച്ചിട്ട് தம்முடைய குமாரன் அநேக சகோதரருக்குள்ளே முதற் பேரனாய் இருக்கும் பொருட்டு தேவன் எவர்களை முன்னறிந்தாரோ
அவர்களை தமது குமாரனுடைய சாயலுக்கு ஒப்பாயிருப்பதற்கு முன்കൂர்த்திருக்கிறார். അവിടെ നമ്മൾ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? റോമാലേഖനം 8-ാം അധ്യായത്തില് 29-ാമത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ തന്റെ സ്വരൂപൻ തന്റെ പുത്രൻ അനേക സഹോദരൻ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപം. കണ്ടോ? ദൈവം തന്റെ സ്വരൂപവും സാദൃശ്യവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മനുഷ്യൻ ആരാ? മനുഷ്യന്റെ സാദൃശ്യം, ദൈവത്തിൻ്റെത് സ്വരൂപം. അപ്പൊ ഇവിടെ എന്തിനാ യേശു വന്നത്? നമ്മളെ ആ സ്വരൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ. പ്രൈസ് ഗോഡ്. വായിച്ചോ 2 കൊരിന്ത്യർ 3-ാം അധ്യായം 29-ാം വാക്യം. 2 കൊരിന്ത്യർ 3:29. Pastor, 2 Corinthians chapter 3. Corinthians chapter 3 verse 29. Sorry. 18 please. 18. நாம் எல்லாரும் திறந்த முகமாய் கர்த்தருடைய மகிமையை கண்ணாடியில் காண்கிறது போல கண்டு ஆவியா இருக்கிற கர்த்தரால் அந்த சாயலாகத்தானே മഹിമ മേൽ മഹിമയെ അടിந்து മറുവപ്പെടുகிறோം. ഇവിടെ പറയുന്നത്, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നതിന് നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന് ദാനമേ തേജസ്സിനുമേ തേജസ് പ്രാപിച്ച് അതേ സ്വരൂപം എന്നാണ് എഴുതിയിരിക്കുന്നത്, അതേ ഇമേജ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ അതേ സ്വരൂപത്തിലേക്ക് മാറുക. ലൈക്ക്നെസ് അല്ല, ഇമേജ്. ഹല്ലേലൂയ, ഇമേജ്. അപ്പൊ മനുഷ്യന്റെ സാദൃശ്യം എന്ന് പറഞ്ഞ ലൈക്ക്നെസ്, ദൈവത്തിന്റെ ഭാവം എന്ന് പറഞ്ഞത് ഇമേജ്, ഗോഡ്സ് ഇമേജ്. അപ്പൊ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എങ്ങനെയാണെന്നറിയാമോ? യേശു ആമേൻ his image was godly image, but likeness was man's likeness. അപ്പോ ആദാമിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത്? ദൈവത്തിന്റെ സ്വരൂപവും മനുഷ്യന്റെ സാദൃശ്യവും. അപ്പൊ പാപം ചെയ്തപ്പോ ആദാം എന്താ നഷ്ടപ്പെടുത്തിയെന്നറിയാമോ? മനുഷ്യന്റെ ലൈക്ക്നെസ് ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ ഇമേജ് ആദാം നഷ്ടപ്പെടുത്തി. എന്താണ് ദൈവത്തിന്റെ ഇമേജ്? വായിക്കാം. ലൂക്കോസിന്റെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം വാക്യം. ജോൺ 4:24. ജോൺ 4:24. தேவன் ஆவியாயிருக்கிறார், அவரை தொழுது கொள்கிறவர்கள் ஆவியோடும் உண்மையோடும் அவரை தொழுது கொள்ள வேண்டும் என்றார். ആമേൻ. ദൈവം ആത്മാവാകുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇമേജ് എന്താണ്? ആത്മാവ്. ദൈവത്തിന്റെ ഇമേജ് എന്താ? ആത്മാവ്. മനുഷ്യന്റെ ഇമേജ് എന്തായിരുന്നു? ജനസിസ് 6:3. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. அப்பொழுது கர்த்தர், என் ஆவி என்றைக்கும் மனுஷனுடைய போராடுவதில்லை, அவன் மாம்சம் தானே, அவன் இருக்க போகிற നാட்கள் 120 വർഷം என்றார். അപ്പൊ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, എന്റെ ആത്മാവ് സദാകാലം മനുഷ്യനോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, മനുഷ്യൻ ജഡം തന്നെ അല്ലയോ. ദൈവത്തിന്റെ ഇമേജ് എന്താണ്? ആത്മാവ്. മനുഷ്യന്റെ ഇമേജ് എന്താണ്? ജഡം. ആഹാ, എന്താ പറയുന്നത്? ദൈവത്തിന്റെ ഇമേജ് എന്താ? ആത്മാവ്. മനുഷ്യന്റെ ഇമേജ് എന്താണ്? ജഡം. വീണ്ടും പറയാം, മനുഷ്യന്റെ ഇമേജ് ജഡം, ദൈവത്തിന്റെ സ്വരൂപം, ദൈവത്തിന്റെ സാദൃശ്യം എന്താണ്? ആത്മാവ്. അപ്പോഴ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു അത്ഭുതം നടക്കണമെങ്കിൽ യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, ആകയാൽ ഞാൻ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും എന്ന് പറഞ്ഞാൽ, മനുഷ്യനാകുന്ന ലൈക്ക്നെസ്സില് സ്പിരിറ്റ് ആകുന്ന ഇമേജിനെ ഞാൻ വെക്കും. ഇതാണ് 2 കൊരിന്ത്യർ 3:18 നമ്മൾ വായിച്ചത്. ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ ഇമേജ് ആയിട്ട് നമ്മൾ രൂപാന്തരപ്പെടുന്നു.
ജഡമായി തീർന്ന മനുഷ്യൻ, പാപം ചെയ്ത് ജഡമായി തീർന്ന മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവൻ ക്രിസ്തു, അവനോട് സാദൃശ്യമാകുക. ആമേൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരല്പം കട്ടി കൂടിയ ബിരിയാണിയാ. മനസ്സിലാവുന്നുണ്ടോ? അതായത് അപ്പൊ ഇവിടെ മനുഷ്യനില് പാപത്തിലൂടെ നഷ്ടപ്പെട്ടത് ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന്റെ പ്രകൃതം, അകത്തെ സ്പിരിറ്റ് നഷ്ടപ്പെട്ടു. ആ സ്പിരിച്വൽ ലൈഫ് അവന് നഷ്ടപ്പെട്ടു. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. എങ്ങനെ അയച്ചെന്നറിയാമോ? വായിക്കാം. ലൂക്കോസ് 1:35. ലൂക്ക് 1:35. ലൂക്ക് 1:35. தேவதூதன் அவளுக்கு பிரதியுத்தரமாக, பரிசுத்த ஆவி உன்மேல் வரும், உன்னதமானவருடைய பலம் உன்மேல் நிழலிடும், ஆதலால் உன்னிடத்தில் பிறக்கும் பரிசுத்தமுள்ளது தேவனுடைய കുമാരൻ எனப்படும். എന്താണ് നഷ്ടപ്പെടുത്തിയത്? ആദാം ഇമേജ് നഷ്ടപ്പെടുത്തി. ലൈക്ക്നെസ് ഉണ്ട്. പക്ഷെ ഇവിടെ പറയുകയാണ് എന്താണ്? ഞാൻ സകല ജനത്തിനുമേൽ എന്റെ ആത്മാവിനെ പകരും. എന്താ? മൈ ലൈക്ക്നെസ്, സോറി, മൈ ഇമേജ്, ലൈക്ക്നെസ് മാത്രമുള്ള മനുഷ്യനിലേക്ക് ഞാൻ ഇടും. ഇപ്പൊ ആദമിൽ എന്ത് മാത്രമേ ഉള്ളൂ? ദൈവത്തിന്റെ ലൈക്ക്നെസ്സേ ഉള്ളൂ. ദൈവത്തിന് ഇമേജ് ഇല്ല. ദൈവത്തിന്റെ രൂപ, അവനെ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തിന്റെ തല പോലെ, ദൈവത്തിന്റെ കണ്ണാണ്, ദൈവത്തിന്റെ കയ്യ, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവം അവനിലില്ല. പക്ഷെ ഇവിടെ മറിയയിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആരാ? ഇമേജ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാദൃശ്യം, ദൈവത്തിന്റെ സ്വരൂപം മറിയയുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഉൽപാദിതമായ വിശുദ്ധ പ്രജ ക്രൈസ്റ്റ്. ആമേൻ. അപ്പൊ അതുകൊണ്ടാണ് യേശു ആത്മാവിൽ ബലപ്പെട്ടു. എന്നിട്ട് ലൂക്കോസ് 4:1 കാണുന്നു, അവൻ ആത്മാവിൽ നിറഞ്ഞു. ലൂക്കോസ് 4:14 പറയുന്നത് അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പുറപ്പെട്ടു പോയി. അപ്പോസ്തല പ്രവൃത്തി 10:38 പറഞ്ഞു, അവൻ ആത്മാവിനെ ശക്തിയാലും അഭിഷേകം ചെയ്യപ്പെട്ട് നന്മ ചെയ്തു പിശാച് ബാധിച്ചവരൊക്കെ സൗഖ്യമാക്കി. എബ്രായലേഖനം 9:12 പറയുന്നത് അവൻ നിത്യാത്മാവിനെ തന്നെ യാഗമായി അർപ്പിച്ചു. ആത്മാവിനാലാണ് യേശു മരിച്ചത്. റോമർ 8:11 പറയുന്നു, അലവിയ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ്. അപ്പൊ ചിന്തിച്ചു നോക്കണം, ആത്മാവിൽ ജനിച്ചു, ആത്മാവിൽ ശുശ്രൂഷിച്ചു, ആത്മാവിൽ നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ആത്മാവിനാലാണ് മരിച്ചത്, ആത്മാവിനാൽ ഉയർത്തു. കണ്ടോ? എന്താണെന്നറിയോ? യേശു ക്രിസ്തു ഇവിടെ വന്നത് ലൈക്ക്നെസ്, ദൈവത്തിന്റെ ലൈക്ക്നെസ് മാത്രം, സാദൃശ്യം മാത്രം ഉണ്ടായിരുന്ന ആദമിന്റെ തലമുറയെ ദൈവത്തിന്റെ സ്വരൂപത്തിലേക്കും കൂടെ നടത്താനായിട്ടാണ് യേശു വന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവത്തിന്റെ സാദൃശ്യം മാത്രമേ ഉള്ളായിരുന്നു ആദമില്, സ്വരൂപം നഷ്ടപ്പെടുത്തി. എന്നാൽ യേശു വന്ന് എന്തിനാണെന്നറിയാമോ? ആ സാദൃശ്യത്തോട് ആ സ്വരൂപം കൂടെ കൂട്ടിച്ചേർത്ത് ദൈവത്തിന്റെ മക്കളായിട്ട് ഭൂമിയിൽ നിങ്ങളെ എന്നെ നിർത്താനായിട്ട് യേശു ഇവിടെ വന്നത്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ കൂടെ വരണേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മളത് ആ ഒരു ലൈക്ക്നെസ്, ഞാൻ പറയട്ടെ, നിങ്ങളും ഞാനും ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്. പക്ഷെ എന്തില്ല? ദൈവത്തിന്റെ സ്വരൂപം നഷ്ടപ്പെടുത്തി. ദൈവത്തിന്റെ സ്വരൂപമാണ് സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, ആത്മാവ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എപ്പോഴാണോ നമ്മൾ ജഡ സ്വഭാവത്തിൽ നിന്ന് ആത്മസ്വഭാവം, റോമലേഖനം 8-ാമത്തെ അധ്യായം
6 വാക്യം. റോമൻസ് 8:6. റോമൻസ് 8:6. റോമൻസ് 8:6. மாம்ச சிந்தை மரணம், ஆவியின் சிந்தையோ ஜீவனும் சமாதானமாம். ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. അപ്പൊ അവിടെ എവിടെയാണ് നമുക്ക് മാറ്റം ഉണ്ടാകേണ്ടത്? ജഡത്തിന്റെ ചിന്തയിൽ നിന്ന് ആത്മാവിന്റെ ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുവരാനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്ന് മരിച്ചത്. അപ്പോ അങ്ങനെയാണെങ്കിൽ എവിടെയാ മാറ്റം ഉണ്ടാകേണ്ടത്? എവിടെയാ മാറ്റം ഉണ്ടാകേണ്ടത്? എന്റെ ശരീരത്തില്, ഷെയ്പ്പില്, വസ്ത്രധാരണത്തില്, നിറത്തില്, ഉയരത്തില്, സ്ട്രക്ചറില് അല്ല മാറ്റം ഉണ്ടാകേണ്ടത്. ആത്മാവിന്റെ ചിന്ത ജീവൻ, സമാധാനം. ജഡത്തിന്റെ ചിന്ത മരണം. അപ്പോ ഇവിടെ യേശു ഭൂമിയിലേക്ക് എന്തിനാ വന്നെന്നറിയാമോ? ജഡത്തിന്റെ ചിന്തയിൽ നിന്ന് ആത്മചിന്തയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ എവിടെയാ മാറ്റം ഉണ്ടാകേണ്ടത്? ജഡപ്രകാരം ചിന്തിക്കുന്ന നമ്മൾ ആത്മപ്രകാരം കാര്യങ്ങളെ ചിന്തിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. ജഡപ്രകാരം ചിന്തിക്കുന്നതിൽ. അപ്പൊ അതുകൊണ്ട് 2-ാമത്തെ വാക്യം വായിക്കുന്നത് വേഴ്സ് 2, റോമൻസ് 8:2. கிறிஸ்து இயேசுவினாலே ஜீவனுடைய ஆவியின் பிரமாணம் என்னை பாவம் மரணம் என்பவைகளை பிரமாணத்தினின்று விடுதலையாக்கிற்றே. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് വിടുവിച്ചു, എന്നെ സ്വതന്ത്രനാക്കി. ഇത് നടക്കാൻ പോകുന്ന കാര്യമല്ല, നടന്നു. ഇത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇനി സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സംഭവിച്ചു കഴിഞ്ഞ കാര്യം അത്. അപ്പൊ ആത്മസ്വരൂപമാകുന്ന ദൈവം ജഡസാദൃശ്യത്തിലായിരുന്ന മനുഷ്യനായിട്ട് ഇവിടെ ഇറങ്ങി വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആത്മാവിന്റെ പ്രമാണത്തിൽ നിന്ന്, ജഡത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ആത്മാവിന്റെ പ്രമാണത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു. ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് വിടുവിച്ചു. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് വിടുവിച്ചു. അപ്പൊ എവിടെയാണ് മാറ്റം ഉണ്ടായത്? എന്റെ ജഡപ്രകാരമുള്ള ചിന്തകളെ മാറ്റി ആത്മതലത്തിൽ ചിന്തിക്കുവാൻ എന്റെ കണ്ണുകളെ തുറന്നു. ഞാൻ പറയട്ടെ, നമ്മൾ ഒത്തിരി പേർക്ക് പറ്റുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് കേട്ടോ. അവർക്ക് ഈ സോള്, മൈൻഡില് ചില ചിന്തകൾ വരും. എന്നിട്ട് അവർ പറയും ആത്മാവ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാ. എന്നിട്ട് ലാസ്റ്റ് വലിയ അബദ്ധത്തിൽ ചെന്നിട്ട് കൈയും കാലോട്ട് അടിക്കുന്നതാണ്. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണോ ചെയ്തത്? നീ പ്രാർത്ഥിച്ചിട്ടാ ചെയ്തത്, യെസ്. പക്ഷേ നീ സോളിലാണോ പ്രാർത്ഥിച്ചത്, ഇല്ല ആത്മാവിലാണോ പ്രാർത്ഥിച്ചത്? ഈ സോളിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പേഷ്യൻസ് ഒട്ടും പേഷ്യൻസ് കാണത്തില്ല. പക്ഷെ സ്പിരിറ്റിൽ പ്രാർത്ഥിക്കുമ്പോഴല്ലോ പേഷ്യൻസ്. നമുക്കറിയാം ഇത് എനിക്കുള്ളതാണെങ്കിൽ അവിടെ കാണുന്നു, എവിടെ പോകാനാ? ഈ സോളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ടൊരു 8 ഫോണും കൂടെ വിളിക്കും. നടക്കുവോ അച്ഛാ, നടക്കുവോ അച്ഛാ, ദൈവം എല്ലാം കാണിച്ചു അച്ഛാ, ദൈവം എല്ലാം പറഞ്ഞു അച്ഛാ. പക്ഷെ ആത്മാവിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോഴല്ലോ നമുക്കറിയാം ഈ ദീനം മരണത്തിനല്ല എന്ന് പറഞ്ഞതാണെങ്കിൽ അതങ്ങനെ. അതുകൊണ്ട് കർത്താവിന് ഒരു വെപ്രാളമില്ല. മാർത്തയും മറിയും എല്ലാം കാലും കൈവിട്ട് അടിക്കുക, ശിഷ്യന്മാർ അതിനേക്കാളും ബഹളം. പക്ഷെ കർത്താവ് ക്വയറ്റായിട്ടിരിക്കുക. കാരണം കർത്താവിന് അറിയാതെ അങ്ങോട്ടാ പോകുന്നത്. സോളിഷ് തലത്തിൽ തീരുമാനമെടുത്തിട്ട് ആത്മാവ് പറഞ്ഞെന്ന് പറയരുതേ പ്ലീസ്. അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ് ദൈവനാമത്തിന്, കർത്താവിന്റെ നാമത്തിന് അവര് മോശം വരുത്തും. നിങ്ങൾ ദൈവത്തെ ഓർത്ത് സോളിൽ പ്രാർത്ഥിച്ചിട്ട് സോളിൽ ഓരോ ഡിസിഷൻ എടുത്തിട്ട്
ആത്മാവ് പറഞ്ഞെന്ന് പറയരുത്. അല്ലേ? ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, ആ ചർച്ചിലേക്ക് പോകണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നിയ അത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു കൂട്ടായ്മ നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് അത് നിങ്ങൾക്ക് ഇതായിട്ട് നിങ്ങൾ പക്ഷെ അതിനെ പരിശുദ്ധാത്മാവിന് പഴിയിടരുത്. ആത്മാവെന്നോട് പറഞ്ഞു പോകണ്ടെന്ന്. എനിക്കറിയത്തില്ല അതേത് ആത്മാവ്. അപ്പൊ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ സോളിൽ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞേ, എനിക്ക് അവിടെ പോകാൻ താല്പര്യമില്ല, പോകുന്നില്ല. ഗുഡ്. ടു ബി ഫ്രാങ്ക്, ഓപ്പൺ ആയിട്ട് പറ. നമുക്ക് ഈ ചിലര് പറയുന്ന കാര്യമില്ലേ, ഈ എല്ലാ ചെറുതും വലുതുമായ കാര്യത്തിന് ആത്മാവ് പറഞ്ഞെന്ന് പറയും. ആത്മാവ് ഇന്ന് സംസാരിക്കുന്നവനാണ്, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് ഇന്നും സംസാരിക്കുന്നവനാണ്. പക്ഷെ നമ്മുടെ സോള്, നമ്മുടെ മൈൻഡിൽ ഓരോ തോന്നൽ വന്നിട്ട് അത് ആത്മാവ് പറഞ്ഞെന്ന് പറയരുത്. എന്നാൽ ആത്മാവ് ഇന്നും സംസാരിക്കുന്നവനാണ്. ശരി, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആത്മാവിന്റെ പ്രമാണം, ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നെ മരണത്തിന്റെയും പാപത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് വിടുവിച്ചു. ഇപ്പം നമുക്കുണ്ടായ ഏറ്റവും വലിയ ജോയ് എന്താ, വലിയ സന്തോഷം എന്താ? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താ? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്നറിയോ? ഞാനാകുന്ന ലൈക്ക്നെസ്സിൽ ക്രിസ്തുവാകുന്ന ഇമേജ് വന്നു വസിക്കുക. ഞാനാകുന്ന ലൈക്ക്നെസ്, മൈ ബോഡി ഈസ് ലൈക്ക്നെസ് ഓഫ് ഗാഡ്. പക്ഷെ ലൈക്ക്നെസ് ഓഫ് ബോഡിയിൽ ഇമേജ് ഓഫ് ഗോഡ് ആകുന്ന ഹോളി സ്പിരിറ്റ് എൻ്റെ അകത്തുനിന്ന് വസിക്കുക. ഇതിന് പേരാണ് ബോൺ അഗെയിൻ. കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം ഇങ്ങനെ കേട്ടു, ഈ കുർബാനയെ കുറിച്ച്, കർത്തൃമേശയെ കുറിച്ച്. കർത്തൃമേശ, ഈ വീഞ്ഞും അപ്പവും അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഈ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തില് കുറച്ച് കാര്യങ്ങളൊക്കെ കർത്താവിന്റെ മേശയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് 12:13, 11-ാം അധ്യായത്തിലെ കർത്തൃമേശയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് 13-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 1 Corinthians chapter 12 verse 13. നാം യൂതരായിനും ഗ്രേക്കരായിനും அடிமைகளாயினும் சுயாதீனராயினும் எல்லாரும் ஒரே ஆவியினாலே ஒரே சரீரத்துக்குள்ளாக ஞானஸ்நானம் பண்ணப்பட்டு எல்லாரும் ஒரே ஆவிக்குள்ளாகவே தாகந்திருக்கப்பட்டோம். യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റു, എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നിർത്താം. എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടല്ലോ അല്ലെ? ശരി. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തില് 16-ാം വാക്യം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, നിങ്ങൾ എന്റെ ബൈബിൾ മറ്റു വായിക്കണം. 1 കൊരിന്ത്യർ 10:16, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? 17, അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നു. അപ്പൊ എങ്ങനെയാണ് കർത്തൃമേശയിൽ എന്ത് സംഭവിക്കുന്നു? ഒരേ ശരീരമായിട്ട് മാറുന്നു. ഒരേ ശരീരം ആണോ? അങ്ങനെയാണോ വായിക്കുന്നത് 17-ാം വാക്യം? ഒരേ ശരീരം ആണോ? പറഞ്ഞേ, അല്ലേ? അങ്ങനല്ലേ? ഒരേ ശരീരം. എങ്ങനെയാ ഒരു ശരീരമാകുന്നത്? ഒരേ പ്ലേറ്റിലെ അപ്പം നിങ്ങൾ കഴിക്കുന്നതുകൊണ്ടല്ല, ഒരേ കപ്പിൽ നിന്ന് നിങ്ങൾ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നതുകൊണ്ടല്ല. ഈ 12-ാം അധ്യായം 11 മാത്രം വായിച്ചു നിർത്തരുത്, 12-ാം അധ്യായം വായിക്കണം. അവിടെ പറയുകയാണ്, നാം എല്ലാവരും ആ ഒരേ ആത്മാവിനെ പാനം ചെയ്തു. എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മള് യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ
സഹോദരന്മാരോ എല്ലാവരും ഏക ശരീരമാകാൻ അപ്പവും വീഞ്ഞും ഏക ശരീരമായി തീരാനായിട്ട് അപ്പവും വീഞ്ഞും കഴിച്ചപ്പോഴല്ല അങ്ങനെ ആയത്, ഏക ആത്മാവിനെ പാനം ചെയ്തപ്പോൾ. എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും കർത്തൃമേശയിൽ ഏത് പള്ളിയിൽ പോയി, ഏത് ചർച്ചിൽ പോയി, ഏത് പാസ്റ്റർ, ഏത് അച്ഛൻ, ഏത് തിരുമേനി കുർബാന വാഴ്ത്തി തരുന്നു, എങ്ങനെ സ്വീകരിക്കുന്നു, അത് എങ്ങനത്തെ അപ്പമാ, എങ്ങനത്തെ പാനപാത്രമാ, എങ്ങനത്തെ പാത്രത്തിലാ, എങ്ങനത്തെ വസ്ത്രമാ, എങ്ങനത്തെ ഇതൊന്നും അല്ല പ്രസക്തി. ഞാൻ പറയട്ടെ, ആത്മാവിനെ പാനം ചെയ്യാതെ അപ്പം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. എത്ര അപ്പം അച്ഛൻ ഒരപ്പം തരുന്നതിന് വരെ 10 അപ്പം നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ ആ 10 അപ്പം കഴിച്ചിട്ട് നിങ്ങൾ ഇറങ്ങി പോകുന്നല്ലാതെ ആത്മാവിനെ പാനം ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരേ ശരീരമായി തീരുന്നത്. ഞാൻ പറയട്ടെ, ക്രിസ്തുവിന്റെ ശരീരത്തോട് ഐക്യമത്യപ്പെടുന്നത് കുർബാനയിലെ അപ്പം എടുത്ത് വാഴ്ത്തി ഭക്ഷിക്കുമ്പോഴല്ല, ദൈവത്തിന്റെ അതേ ആത്മാവ് നിങ്ങളുടെ അകത്തു വരുമ്പോഴാണ്. അതാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് 1 കൊരിന്ത്യർ 10-ന്റെ 16-ഉം 17-ഉം വായിച്ചിട്ട് 12-ന്റെ 13 ചേർത്ത് വായിക്കണം. അപ്പൊ കിട്ടും. അത് കിട്ടിയോ? വായിക്കണം, അപ്പൊ കിട്ടും. മനസ്സിരുത്തി വായിക്കണം, അപ്പൊ മനസ്സിലാവും എങ്ങനെ ഒരു ശരീരമായ ആത്മാവിനെ പ്രാപിച്ചപ്പോഴാണ്. ആത്മാവിനെ പ്രാപിച്ചപ്പോഴാണ്, ആത്മാവിനെ പാനം ചെയ്യുന്ന എഴുതിയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഈ നമുക്ക് സ്വരൂപം നഷ്ടപ്പെട്ടു. സാദൃശ്യം ഉണ്ടായിരുന്നു. സ്വരൂപം നഷ്ടപ്പെട്ട നമുക്ക് സ്വരൂപം മടക്കി തരാനായിട്ട് പുത്രനായ യേശുവിനെ ഭൂമിയിലേക്ക് അയച്ച് നമ്മളെ അവന്റെ സ്വരൂപമാക്കി, അതേ സ്വരൂപമാക്കി. യെസ്, ഹല്ലേലൂയ. എങ്ങനെയാണെന്നറിയാമോ? സാദൃശ്യവും സ്വരൂപം ഒരുപോലാക്കി. ഇന്ന് ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒരേ സാദൃശ്യവും ഒരേ സ്വരൂപവും ആകുന്നത്? വായിക്കാം. റോമർ 8:13, റോമൻസ് 8:13, റോമൻസ് 8:13, റോമൻസ് 8:13. மாம்சப்படி பிழைத்தால் சாவீர்கள், ஆவியினாலே சரீரத்தின் செய்களை அளித்தால் பிழைப்பீர்கள். നിങ്ങൾ ജഡപ്രകാരം ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, എന്നാൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. എന്റെ പൊന്ന് അച്ചായമാരെ, പൊന്ന് ചേട്ടന്മാരെ, പൊന്ന് ആന്റിമാരെ, പൊന്ന് ചേച്ചിമാരെ, ഒന്ന് കേൾക്കണേ. നിങ്ങൾ പലപ്പോഴും എന്താ ചെയ്യുന്നറിയാവോ? ജഡം കൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കാൻ നോക്കും. അവിടെയാ തോറ്റുപോകുന്നത്. കൗൺസിലിങ്, കുറെ പുസ്തകം വായിച്ച് നന്നാകാൻ നോക്കും. ജഡം കൊണ്ട് ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കരുത്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കണം. നിങ്ങൾ ജഡപ്രകാരം എന്ത് വേണം ട്രൈ ചെയ്തോ, നടക്കത്തില്ല. ഒരാഴ്ചത്തേക്കൊക്കെ ഓക്കെയാ. പക്ഷെ ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. എങ്ങനെ? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. എങ്ങനെയാണ് ആത്മാവിന്റെ പ്രവൃത്തി ജഡത്തിന്റെ പ്രവൃത്തിയെ മരിപ്പിക്കുന്നത്? ആത്മാവ് എന്താണെന്നറിയോ? ആത്മാവിനെ കുറിച്ച് പറയുന്ന എഫേസ്യലേഖനം 6:17 പറയുന്നത്, ആത്മാവെന്ന ദൈവവചനമെന്ന ആത്മാവിന്റെ വാള്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്? ആത്മാവിനാൽ, വചനത്താൽ നമ്മുടെ ശരീരങ്ങളെ കഴുകുമ്പോ, നമ്മുടെ ശരീരത്തെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കാം? ആദാം അനുസരണക്കേട് കാണിച്ചു മരിച്ചു, നമ്മൾ അനുസരിച്ച് മരിച്ചു. എങ്ങനെ? യേശു ക്രിസ്തു മരിച്ച പോലെ നാം അനുസരിച്ച് മരിച്ചാൽ, ഈ വാക്ക് 2 വാക്കിനെ നിങ്ങൾ ഓർത്തോണേ. അനുസരിച്ച് മരിച്ചാൽ, പുത്രൻ തന്റെ അനുസരണം വെളിപ്പെടുത്തിയപ്പോ പിതാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2:36, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. ഞാൻ പറയട്ടെ, പുത്രൻ പൂർണ്ണ അനുസരണമുള്ളവനായി തീർന്നപ്പോ
പിതാവായ ദൈവം പൂർണ്ണ വിശ്വസ്തനായി മാറി. ഹല്ലേലൂയ. നിങ്ങൾ ഈ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ എഴുതണം കേട്ടോ. പൂർണ്ണ അനുസരണമുള്ള പിതാവിനും പുത്രന്റെ മുമ്പിൽ പൂർണ്ണ വിശ്വസ്തനായ ദൈവം ഇറങ്ങി നിന്നു. അതാണ് പുനരുത്ഥാനം. ഇന്ന് ഞാൻ പറയാം, നിങ്ങൾ പൂർണ്ണ അനുസരണമുള്ളവരാണെങ്കിൽ പൂർണ്ണമായി ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെടുന്ന ഒരു സീസണായിട്ട് ഇന്നത്തെ ദിവസം മാറട്ടെ. നിങ്ങളുടെ തകർച്ച, നിങ്ങളുടെ ശാപം, നിങ്ങളുടെ ദാരിദ്ര്യം, നിങ്ങളുടെ പ്രതികൂലം മുഴുവൻ മാറാനായിട്ട് ഒറ്റ കാര്യമേ ഉള്ളൂ. അനുസരണത്താൽ പൂർണ്ണ അനുസരണമുള്ളവരായി തീരുക. അവൻ പൂർണ്ണ വിശ്വസ്തനായി മാറും. നിങ്ങൾ പൂർണ്ണமாக കീഴ്പ്പടിந்தவர்களாய் ഇരുന്നാൽ അവർ പൂർണ്ണமாக ഉണ്മയുള്ളവരായി ഇരുപ്പാൽ. നിങ്ങൾ പൂർണ്ണ അനുസരണമുള്ളവരായിട്ട് മാറിയാൽ അവൻ പൂർണ്ണ വിശ്വസ്തനായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയും, നീ എന്നെ അനുസരിച്ചല്ലേ, അടുത്ത കാര്യം ഞാൻ നോക്കിക്കോളാം. നീ നിന്റെ ആത്മാവിനെ എന്റെ കയ്യിൽ തന്നതല്ലേ, ഇനി നിന്നെ കാര്യം ഞാൻ നോക്കിക്കോളാം. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ഭാരത്തെയും വിഷയത്തെയും എല്ലാ ടെൻഷനെയും നിന്റെ കരങ്ങളിലേക്ക് ഇറക്കി വെക്കുന്നപ്പാ. അത്ഭുതകരമായിട്ട് ഇന്ന് രാത്രിയിൽ ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായ സ്തോത്രം. ഞങ്ങൾ പൂർണ്ണ അനുസരണത്തോടെ ഞങ്ങളുടെ എല്ലാ ചിന്താകുലങ്ങളും ഞങ്ങളുടെ പാതപിടത്തിൽ ഇടുമ്പോൾ പൂർണ്ണ വിശ്വസ്തയോടെ ഞങ്ങളുടെ കാര്യങ്ങളെ നോക്കിക്കൊള്ളുമെന്ന് വാക്ക് പറഞ്ഞൊരു കർത്താവ് ഞങ്ങൾക്കായി ഇന്ന് രാത്രിയിലും ഉള്ളതുകൊണ്ട് സ്തോത്രം. അത്ഭുതങ്ങളെ ചെയ്ത കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അനേക കുടുംബങ്ങളിൽ വിടുതൽ, തലമുറകളുടെ മേൽ, ആരോഗ്യത്തിന് മേൽ, സമ്പത്തിന് മേൽ, ശുശ്രൂഷയുടെ മേൽ, അതേ കർത്താവെ പൂർണ്ണ അനുസരണത്തിൽ വെളിപ്പെടുന്ന പൂർണ്ണമായ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കരങ്ങളേൽപ്പിക്കുന്ന മഹത്വം മറുക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.